ഉരുക്കൾക്ക് കൊടുക്കുന്ന വലിയ പ്രാധാന്യത്തിന്റെ ഭാഗമായിട്ടാണിത്. ബ്രഹ്മം അരൂപിയായ ദൈവമാണ്. വേദങ്ങളിൽ പറയുന്നത് എന്നിലും നിന്നിലും ഈ ബ്രഹ്മമുണ്ട്, സകല ചരാചരങ്ങളിലും ബ്രഹ്മം കുടികൊള്ളുകയാണ്. ഓച്ചറ പടനിലത്ത് ഒരു പോത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത് ചാത്തൻ ആണ്. ചാത്തൻ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പറച്ചിവെറ്റ പന്തിരുകുലത്തിലെ 12 മക്കളിൽ ഒരാളാണ് ചാത്തൻ. ആ 12 മക്കളുമാണ് 12 ജാതിയായി മാറിയത് എന്നാണ് പറച്ചിവെറ്റ പന്തിരുകുലത്തിന്റെ അടിസ്ഥാനം. ഗോത്ര ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രസങ്കല്പത്തെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും കാളകെട്ടിനെക്കുറിച്ചൊക്കെ നിരവധി ലേഖനങ്ങൾ, നിരവധി സോവനീറിലൂടെ നമ്മുടെ തന്നെ സോവനീർ 2-3 തവണ ഞാൻ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ആശയങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. ഈ അവസരം അതിന് ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. ആ ഒരു വയലിൽ എനിക്കുള്ളതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. ഇത് ഇത്രയും സംഘടിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരുതരം മാജിക് നടത്തുന്ന ഇതിന്റെ സംഘാടകരെ ഒന്ന് അനുമോദിക്കാൻ മാത്രം ദയവായി നിങ്ങൾ എന്നെ അനുവദിച്ചു. കാരണം ഈ കാലഘട്ടം ഇവിടെ ആരംഭിക്കുമ്പോൾ ഇതില് വാടകയ്ക്കെടുത്ത ചട്ടമായിരുന്നു. വളരെ വേഗം തന്നെ സ്വന്തമായി നമുക്ക് ചട്ടം ഉണ്ടാകുന്നു. നെറ്റിപ്പട്ടം ആദ്യം ശരിയായില്ല, പിന്നെ നെറ്റിപ്പട്ടം ഉണ്ടാകുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ നെറ്റിപ്പട്ടമുള്ള കാളയായിട്ട് മാറി. പിന്നീട് മണി നമുക്ക് കിട്ടുന്നു. അങ്ങനെ വന്നിപ്പം സ്വന്തമായി ഈ സാധന സാമഗ്രികൾ വെക്കാനുള്ള സ്ഥലം വരെ സ്വന്തമായി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് ഇതിനൊരു ആഫീസും ഈ സാധനങ്ങൾ വെക്കാൻ കുറച്ചുകൂടെ ബന്ധവസ്ഥായ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗും മാത്രമേ. അടുത്ത പ്രാവശ്യം സമ്മേളനത്തിൽ നമ്മൾ ചേരുമ്പോൾ അതിന് മുമ്പായിട്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം കൂടി നടന്ന് കാണണം എന്ന് ആഗ്രഹം എനിക്കുണ്ട്. അതിന് ജഗദീശ്വരൻ സഹായിക്കട്ടെ. എല്ലാ നല്ല ആൾക്കാരുടെയും നിസ്സീമമായ സഹകരണം അതിനുണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, 52 കരകളിലും കാളകളുണ്ട്. ചില കരകളിലില്ലായിരിക്കാം, അഡീഷണൽ ആയിട്ട് നേരത്തെ കാളകളുണ്ടാവും. പക്ഷേ അതിന് വേറിട്ട ഒരു കാളകെട്ട് ഉത്സവമാണ് നമ്മൾ നടത്തിയിരുന്നത്. ഇത്രയും അച്ചടക്കത്തോടുകൂടിയും ഒത്തൊരുമയോടുകൂടിയും പോകുന്ന ഒരു കാള എഴുന്നള്ളിപ്പ്, കെട്ടുകാള എഴുന്നള്ളിപ്പ് വേറെ ഒരു കരകളിലുമില്ല. ഭരണസമിതിയുടെ മുക്തകണ്ഠമായ പ്രശംസയ്ക്ക് പാത്രമായിട്ടുണ്ട്. നാട്ടുകാർ പോലും, ഒരുപക്ഷെ നിങ്ങളുടെ മുഖത്ത് നോക്കി പലരും മത്സരബുദ്ധി കൊണ്ട് പറയുന്നില്ലെങ്കിലും സാധാരണക്കാരെന്ന രീതിയിൽ, സമൂഹത്തിന്റെ പൾസറിയുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് പറയാൻ കഴിയും, എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഇവിടുത്തെ കാലം. ദൈവാധീനം കൊണ്ട് ഇന്നുവരെ ഒരാപ്പ് പോലും ഊരിയിട്ടുമില്ല. മറ്റു പല കാളുകളും പ്രയാറ്റമുക്കിൽ വരുമ്പോൾ ചട്ടൊടിയാറുണ്ട്. അത്ഭുതമെന്നോ ആകസ്മികതയെന്നോ നമുക്ക് പറയാം. ഇത് നമ്മൾ ഭയഭക്തിയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും നടത്തുന്ന, ആത്മാർത്ഥത്തോടെ നടത്തുന്ന, ഒത്തൊരുമയോട് നടത്തുന്ന കാളകത്തുത്സവമാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ ഈ സർവമത സമ്മേളനത്തിന്റെ കാര്യമൊന്നുമില്ല. എല്ലാ മതവിഭാഗങ്ങളും, പ്രത്യേകിച്ചും ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത്. പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ കഞ്ഞി നടത്തുമ്പോൾ അതിന് ബന്ധപ്പെടുന്നതും മറ്റു സമുദായക്കാരും ഒക്കെയാണ്. അങ്ങനെ ഒത്തൊരുമയോടുള്ളത് ഉത്സവം എന്ന് പറയുന്ന ഒത്തൊരുമയുടെ കാര്യമാണ്. ഇതിന് നമ്മൾ ബെയറിങ്ങുള്ള വീട് വെക്കുകയും JCB കൊണ്ട് വലിച്ചു നീക്കുകയും ചെയ്യുവാണെങ്കിൽ ഉത്സവമാവില്ല, അത് കെട്ടുകാഴ്ചയാവില്ല. ഇത് അമ്പരകുമ്പി പോലെ വലിയ തെങ്ങ് പോലെ കെട്ടിവെച്ചിട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് നാട്ടുകാരുടെ മൊത്തം മതിലടിച്ച് കളയുവാണെങ്കിൽ ഒരു ഈശ്വരൻ നമ്മൾ അനുഗ്രഹിക്കത്തില്ല. ഈ മനുഷ്യനെ ദ്രോഹിച്ച് അവന്റെ കണ്ണീര് കണ്ടു കഴിഞ്ഞാൽ അത് ഈശ്വര ദോഷമായിരിക്കും, നമ്മളെ ചെയ്തിട്ടില്ല. ഇതിന് കെട്ടുവൃത്തിയാണ് കാര്യം. അതിന്റെ തച്ചാസ്ത്ര ഭാഷയെ പറഞ്ഞാൽ കൂട്ടിയൊഴിവെന്ന് പറയും. നീളവും വീതി ഉയരവും തമ്മിലുള്ള ഒരു അനുപാതം. അതുകൊണ്ട് അതാണ് എന്റെ വൃത്തി. പിന്നെ ഒത്തൊരുമ, അവിടെ ജാതിയില്ല, മതമില്ല, ഒറ്റ മനത്തോടെ ചെയ്യുന്നു, എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നു. അവിടെയാണ് ഉത്സവ തിമിർപ്പ് നമ്മൾ കാണുന്നത്. അത് ഇതുവരെ നമ്മൾ സംരക്ഷിച്ചു. ഇനിയുള്ള കാലങ്ങളിലും അത് സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. ഇതിനകത്ത് വിഷം കലർത്താൻ ആരെയും അനുവദിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ടും, ഇവിടെ ഞാനൊരു ഗസ്റ്റല്ല, ഇവിടെ ഞാൻ ആതിഥേയനാണ്, ഞാൻ അതിഥിയല്ല. അതുകൊണ്ട് പിന്നെ വിളിച്ചിട്ട് സംസാരിക്കാതെ പോയാൽ അതിന് അപമതിപ്പായി പോകുമെന്ന് കരുതികൊണ്ട് മാത്രം 2 വാക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും, 1 വർഷത്തിനകം നമുക്ക് സ്വന്തമായി ഒരു ഓഫീസും ലൈബ്രറിയും ഈ പറയുന്ന സംഗീത നൃത്ത വിദ്യാലയം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ നന്മകളും നേടി നാളെ വൈകിട്ട് ആഹ്ലാദത്തിന്റെ സമയമാണ്. കാരണം ഒരു തടസ്സവുമില്ലാതെ ഇതവിടെ എത്തിച്ചേരണേ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും നൽകിക്കൊണ്ടും ഒരിക്കൽ കൂടി ഞാൻ അനുമോദിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് മെമ്പർ വത്സലകുമാരി ആശംസ നടത്തുന്നു.
ബഹുമാന്യനായ അധ്യക്ഷൻ, അതുപോലെ നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രദേശവാസിയും എന്റെ സഹോദരനും XMLAയുമായ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ അവർ മുഖ്യപ്രഭാഷണം നടത്തിയ കോഴിശ്ശേരി രവീന്ദ്രനാഥ്, പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ, പ്രൊഫസർ രാധാകൃഷ്ണക്കുറുപ്പ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികളെ, നമ്മുടെ ഇടയനാമ്പലം നിവാസികളുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ പ്രാസംഗികരെല്ലാം വളരെ വിശദമായി നമ്മുടെ ഓണാട്ടുകരയുടെ ഉത്സവത്തെപ്പറ്റി നമ്മളോട് പ്രതിപാദിക്കുകയുണ്ടായി. നമ്മുടെ ഓണാട്ടുകരയുടെ ഒരു മഹാ ഉത്സവമാണ് 28ാം ഓണം എന്ന് പറഞ്ഞു. ആ 28ാം ഓണം നമ്മുടെ പഴയ കാലത്തുള്ള നമ്മുടെ കാർഷിക സംസ്കാരത്തെ വിളിച്ചോതുന്ന തരത്തിലുള്ള അതിന്റെ ഓർമ്മകൾ നമ്മളെ പുതുക്കുന്ന ഓർമ്മകൾ നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് 28ാം ഓണത്തെ കണക്കാക്കിയിരിക്കുന്നത്. കാരണം ആ 28ാം ഓണം ഇപ്പോൾ ഇങ്ങനെ ഇതുപോലെയുള്ള കെട്ടുകാഴ്ചകളും അതുപോലെ കെട്ടുകാളുകളും ഒക്കെ ഉണ്ടാകുന്ന ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു സാംസ്കാരിക സമ്മേളനം വയ്ക്കുമ്പോൾ ആ സാംസ്കാരിക സമ്മേളനത്തിൽ കൂടെയൊക്കെയാണ് നമ്മുടെ പിൻഗാമികൾ അറിയുന്നത് ഓണാട്ടുകാരയ്ക്ക് ഇത്ര ബൃഹത്തായ ഒരു കാർഷിക സംസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെ. ഈ ഇടയനമ്പലം കാളകെട്ട് പൗരസമിതിക്ക് ഇത്ര വലിയ നേട്ടം ഉണ്ടാക്കി തീർത്തത് അവർക്ക് ഇനിയും ഏറെയേറെ നേട്ടങ്ങൾ ഉണ്ടാകും. അടുത്ത വർഷം അവർക്ക് തീർച്ചയായും അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ളത് പറഞ്ഞുകൊണ്ടും ഈ പൗരസമിതിക്ക് എല്ലാവിധമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ദേവളകര 6ാം വാർഡ് മെമ്പർ ശ്രീധരൻ ആശംസകൾ അർപ്പിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ കാപ്പനാട്ടുശ്ശേരിൽ, വേദിയിലിരിക്കുന്ന പ്രൊഫസർ കോഴിശ്ശേരി രവീന്ദ്രൻ സാർ, പ്രയാർ രാധാകൃഷ്ണക്കുറുപ്പ് സാർ, വരവള ശ്രീനി സാർ, ബഹുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ അതിഥിയല്ല, ഈ പൗരസമിതിയോടൊപ്പം നിന്ന് പ്രവർത്തനം നോക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു പ്രവർത്തകനാണ്. പ്രയാറിന്റെ ഈ സാംസ്കാരിക സമ്മേളനം കാളകെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൗരസമിതി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ 52 കരകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ 52 കരകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സാംസ്കാരിക സമ്മേളനം വിഭാവനം ചെയ്യാൻ കഴിവ് പ്രകടിപ്പിച്ച, താല്പര്യം പ്രകടിപ്പിച്ച ഈ പൗരസമിതി വേറെ കാണില്ല എന്നാണ് എന്റെ വിശ്വാസം. അടുത്തതായി ശ്രീ വരവള ശ്രീനി ആശംസകൾ അർപ്പിക്കും. ബഹുമാന്യ അധ്യക്ഷരുടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതേ. മതവും ജാതിയും ഇല്ലിതേതൊട്ടും മാനവൻ ഈശ്വരാണല്ലോ. നിത്യാനന്ദം ചൊരിയൂ ഞങ്ങളെ നിർമ്മലാനന്ദ സർവേശ. ഭഗവാനെ കുറിച്ച് ഇങ്ങനെ, പരബ്രഹ്മത്തെ കുറിച്ച് ഇങ്ങനെ ചോദിക്കാം. മതവും ജാതിയും ഇല്ലിവീടൊട്ടും മാനവൻ ഈശ്വരാണല്ലോ. നിത്യാനന്ദം ചൊരിയൂ ഞങ്ങളെ നിർമ്മലാനന്ദ സർവേശ. അനുബന്ധമായിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിർത്തുകയാണ്. നമ്മുടെ ഓച്ചിറ കാളയെക്കുറിച്ചുള്ള സങ്കല്പം, അത് നമ്മുടെ സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ എന്നീ പഞ്ചമൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അത് ഇവിടെ പറഞ്ഞവർ വിട്ടുപോയതുകൊണ്ടാണ് അത് ഞാൻ ഇവിടെ പറയുന്നത്. പഞ്ചമൂല്യങ്ങൾ സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ, ഈ പഞ്ചമൂല്യങ്ങളെ നമ്മുടെ കാളെ പ്രതിനിധീകരിക്കുന്നു.
അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ യഥാർത്ഥ രീതിയിൽ ഇവിടുത്തെ സമ്മേളനം ഒരു പഠന കളരിയായിരുന്നു. കാര്യം നമുക്ക് അറിഞ്ഞുകൂടാത്ത പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്തത് എത്രയധികം കാര്യങ്ങൾ നമ്മുടെ പ്രഭാഷകര് ഉദ്ഘാടകർ ഉൾപ്പെടെയുള്ളവര് നമുക്ക് പറഞ്ഞു തന്നു. അടുത്തതായി വസ്തു വാങ്ങുന്നതിലേക്ക് നമുക്ക് 1 സെന്റ് വസ്തുവിന്റെ പൈസ തന്ന് നമ്മളെ സഹായിച്ച കണ്ണമത്ത് ശ്രീ വിനോദിന്റെ അച്ഛന് കണ്ണമത്ത് സ്ഥലത്തില്ലാത്തതിനാൽ അദ്ദേഹത്തിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികളെ, എൻ്റെ പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ള ചടങ്ങാണ് എന്നെ ഏൽപ്പിക്കുന്നത്. ഞാൻ അതിലേക്ക് ഈ സമയം ഇത്ര അതിക്രമിച്ചിരിക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല. ഞാൻ അതിലേക്ക് തന്നെ പോവുകയാണ്. ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനും സുവനീർ പ്രകാശനം നടത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് കെ ഭാർഗവൻ അവർക്കും മുഖ്യ പ്രഭാഷണം നടത്തിയ പ്രൊഫസർ കോഴശ്ശേരി രവീന്ദ്രനാഥ് അവർക്കും ശില്പികളെ ആദരിക്കാം എന്ന് നമ്മളോട് ഏറ്റിരുന്ന ഓച്ചിറ സബ് ഇൻസ്പെക്ടർ ശ്രീ പ്രദീപ് അവർക്കും ഓച്ചിറ ക്ഷേത്രഭരണ സമിതി സെക്രട്ടറി ശ്രീ വി സദാശിവൻ അവർക്കും ആശംസകൾ നേർന്നിട്ടുള്ള ഡോക്ടർ പി പത്മകുമാർ, ക്ലാപ്പിന് ശ്രീ അബ്ദുൽ സലാം മുസ്ലിയാർ, റവറൻസ് കെ വി പത്രോസ് അവറുകൾ, ശ്രീ ഡി ചിദംബരൻ, പ്രൊഫസർ പ്രയാർ രാധാകൃഷ്ണക്കുറുപ്പ്, ശ്രീമതി വത്സലാകുമാരി, ശ്രീ ശ്രീധരൻ, ശ്രീ വരവള ശ്രീനി എന്നിവർക്കും എന്റെയും ഈ കാളകെട്ട് പൗരസമിതിയുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ എന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. കൂടാതെ നമുക്ക് ഈ സ്ഥലം നൽകിയ ശ്രീ അഡ്വക്കേറ്റ് സദാശിവൻ അവറുകൾ, പവിത്രൻ, ശബ്ദവും വിളിച്ചു നൽകിയിട്ടുള്ള സത്യശീലൻ സൗണ്ട്, വൈദ്യുതി എന്ന് സഹായിച്ചിട്ടുള്ള കണ്ണമത്ത് ശ്രീ കൃഷ്ണൻകുട്ടി പിള്ള, പവിത്രൻ, അനിൽ കായിൽപ്പരയ്ക്കൽ എന്നിവർക്കും ശുദ്ധജലം തന്നു സഹായിച്ച സഹദേവൻ ധന്വന്തരിയും, പട്ട് തന്ന് സഹായിച്ച ശ്രീ ലാലി അഴീക്കലിനും ഞങ്ങളോട് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിയിട്ടുള്ള നല്ലവരായ നാട്ടുകാർക്കും എല്ലാവിധ സഹായങ്ങളും നൽകിയിട്ടുള്ള